നമ്മുടെ കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് പഠിച്ചു വളർന്ന നമ്മളെയൊക്കെ ഒരു സുഹൃത്താണ് എന്ന് പറയുന്ന പ്രിയദർശൻ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം ഒരുപക്ഷെ ഹിന്ദി സിനിമകളിൽ ഒരു ഡയറക്ടർ ഏറ്റവും കൂടുതൽ പടം ഡയറക്ട് ചെയ്തിട്ടുള്ള 2ാം സ്ഥാനം പ്രിയദർശൻ. ഇനി 2 സിനിമ കൂടി ഹിന്ദിയിൽ എടുത്താൽ അദ്ദേഹം ഇന്ത്യൻ സിനിമയിൽ ഹിന്ദി സിനിമ ചെയ്യുന്ന മലയാള സംവിധായക മറ്റു ഭാഷ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദി സിനിമ ചെയ്ത നടനായി അദ്ദേഹം മാറി. 2 സിനിമ കൂടി ചെയ്തതാണ് ഹിന്ദിയിൽ 2 സിനിമ കൂടി ചെയ്തത്. അപ്പൊ ചെറിയ കാര്യമല്ല. നസീർ സാറിന്റെ പുരസ്കാരം പ്രിയന് കൊടുക്കുമ്പോൾ അത് അർഹതയാണ്. 2 തരത്തിലുണ്ട്. ഒന്ന്, ഈ പുരസ്കാരം ആരുടെ പേരിലുള്ളത് എന്നത് വളരെ പ്രധാനം. അത് വാങ്ങുന്ന ആൾ ആര് എന്ന് 2ാമത്തെ പ്രധാനം. പ്രേം നസീർ എന്ന മഹാനടന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം മലയാളത്തിന്റെ അഭിമാനമായ പ്രിയദർശന് കൊടുക്കുമ്പോൾ ഈ പുരസ്കാരത്തിന്റെ വാല്യൂ വർദ്ധിക്കുകയാണ്. അല്ലാതെ ഒരു അർഹതയില്ലാത്ത ഒരാൾ പ്രേം നസീർ പുരസ്കാരം വാങ്ങിച്ചാൽ പുരസ്കാരത്തിന് വിലയില്ല, വാങ്ങുന്ന ആളിനും വിലയില്ല. ഇപ്പൊ 2 പേർക്കും വിലയുണ്ടായി. പ്രേം നസീർ പുരസ്കാരം കിട്ടിയത് കൊണ്ട് പ്രിയദർശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കലാജീവിതത്തിലെ ഏറ്റവും വലിയൊരു അംഗീകാരം. അതുപോലെ തന്നെ പ്രിയദർശനെ പോലെ ആൾ കൊടുത്തപ്പോൾ നസീർ സാറിന്റെ പേരിലുള്ള ഈ ഒരു അവാർഡ് വലിയൊരു അവാർഡായി മാറുകയും ചെയ്തു. 2 തരത്തിലും അത് പ്രയോജനം ചെയ്തു. ആരെങ്കിലും ഒരാൾ നസീർ സാറിന്റെ പേരിൽ ആർക്കെങ്കിലും ഒരാൾ കൊടുത്ത് അർഹതപ്പെടാത്ത ഒരാൾക്ക് അടിച്ചു കൊടുത്താൽ ഇതിന്റെ വില പോകും. എപ്പോഴും അങ്ങനെ, എല്ലാ അവാർഡുകളും അങ്ങനെയാണ്. ആർക്ക് കൊടുക്കുന്നു, ആരുടെ പേരിലുള്ള അവാർഡ് വാങ്ങുന്നു എന്നുള്ള 2 കാര്യമുണ്ട്. തീർച്ചയായിട്ടും അതിന് നസീർ സാറിന്റെ പേരിലുള്ള ഈ അവാർഡ് വാങ്ങാൻ ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള പ്രിയദർശൻ തന്നെയാണ്. ഇന്ത്യൻ സിനിമയിൽ മലയാളിയുടെ പേര് എഴുതി ചേർക്കാൻ പ്രിയദർശന് കഴിഞ്ഞു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച് ഇവിടെ സുഹൃത്തുക്കളോടൊപ്പം കറങ്ങി നടന്ന പ്രിയദർശൻ പൂച്ചയ്ക്കൊരു മുഖത്തി, സുരേഷിന്റെ പൂച്ചയ്ക്കൊരു മുഖത്തി എന്ന സിനിമ ഡയറക്ട് ചെയ്തുകൊണ്ട് എന്റെ മുമ്പിൽ ഉണ്ണി ഇരിപ്പുണ്ട്. പൂച്ചയ്ക്കൊരു മുഖത്തിൽ ഒരു തമാശ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഉണ്ണി കുറച്ച് ദിവസം പ്രിയന്റെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തു. ആദ്യം എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അങ്ങനെ ഉണ്ണി അപ്പൊ സുരേഷ് പടമെടുക്കുന്ന പറഞ്ഞാൽ പിന്നെ എല്ലാവരും സിനിമയായി. പ്രിയൻ ഡയറക്ട് ചെയ്യുന്നു, സുരേഷ് പടമെടുക്കുന്നു, പിന്നെ ആർക്കും എന്തും ആകാം എന്ന നിലയിൽ ഉണ്ണി കുറച്ച് ദിവസം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് 2ാമത്തെ ഷെഡ്യൂൾ 2-3 പോകും. കാരണം സുരേഷ് ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും സുരേഷ് കൊല്ലത്ത് പോകും, തിരുവങ്ങട റെഡ്ഡിയാരെ കാണും. തിരുവങ്ങട റെഡ്ഡിയാരെ കണ്ടിട്ട് കുറെ തമാശയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഇച്ചിരി പൈസ കൊണ്ടുവരും. അത് അടുത്ത 3-4 ദിവസം ഷൂട്ടിങ്ങാണ്. അപ്പൊ തിരുവങ്ങട റെഡ്ഡിയാറില്ലെങ്കിൽ സുരേഷ് ഇല്ല. സുരേഷ് കൊല്ലത്ത് പോയി എന്ന് പറഞ്ഞാൽ പടത്തിന്റെ ഷൂട്ടിംഗ് തുടരും എന്നാണ്, അല്ലെങ്കിൽ പാക്കപ്പ് ആവുന്നതാണ്. അങ്ങനെ സുരേഷ് പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ ഉണ്ണി അസിസ്റ്റന്റ് ഡയറക്ടറായി. അപ്പം ഇപ്പൊ ഞാൻ ഇപ്പോഴത്തെ സിനിമയെ കുറിച്ചുകൂടെ ഓർക്കുമ്പോൾ ഇങ്ങനെ ഉണ്ണി അത്ഭുതപ്പെടേണ്ട, ഉണ്ണി വിഷമിക്കണ്ട. സിനിമയിൽ ഈ സൈസ് ആളുകൾ ഇന്ന് ഒരുപാടുണ്ടെന്നുള്ളത് കൊണ്ട് പറയുന്നതാണ്. ഉണ്ണി പോയിട്ട് 2ാമത്തെ ഷെഡ്യൂളിൽ ഉണ്ണിയെ കാണാനില്ല. അപ്പൊ വലിയ സീരിയസ്നെസ് ഒന്നുമില്ല, അതൊക്കെ പ്രിയ ഓർമ്മയിലുണ്ട്, നടക്കും. സുരേഷിന് ഇപ്പൊ ഉണ്ണി വന്നില്ലെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ഉണ്ണി, അത് കുഴപ്പമില്ല. അപ്പൊ ഉണ്ണിയുടെ കണ്ടിന്യൂറ്റി എഴുതിയ പുസ്തകം, അന്ന് കണ്ടിന്യൂറ്റി എഴുതി, ഇപ്പൊ കണ്ടിന്യൂറ്റി എല്ലാം ഫോട്ടോയാണ്. അപ്പൊ കണ്ടിന്യൂറ്റി എഴുതി വെച്ചിട്ടുണ്ട്. സുകുമാരി ചേച്ചി എങ്ങനെ തലമുടി കിട്ടിയിരുന്നു നോക്കി, മറിച്ചു നോക്കി, ഇന്ന സീനിൽ കണ്ടിന്യൂറ്റി. സുകുമാരി ചേച്ചി എന്റെ അമ്മയെ പോലെ തല കെട്ടിയിരിക്കുന്നു. ഉണ്ണി എഴുതി വെച്ചതാണ്. അപ്പൊ ഇതിന് ഉണ്ണിയുടെ അമ്മയെ അന്വേഷിച്ച് പോകണം. ഏതാ ഉണ്ണിയുടെ അമ്മയെടുത്ത് പോയി അമ്മ എങ്ങനെയാ തല കെട്ടിയിരിക്കുന്നത്, ഉണ്ണിയെ കാണാനില്ല. നോക്കിയിട്ട് വന്ന് സുകുമാരി ചേച്ചിയുടെ തല കെട്ടേണ്ടി വന്നു. അങ്ങനെ തുടങ്ങിയ പ്രിയദർശനും സുരേഷും ഒക്കെ അങ്ങനെ തുടങ്ങിയ പ്രിയദർശൻ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദി പടം ചെയ്ത സംവിധായകനായി മാറുന്നു എന്നത് പറയുന്നത് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ്. പ്രിയന്റെ 100ാമത്തെ സിനിമ ആകാറായി. 98 2 പടങ്ങൾ ചെയ്ത 100ആണ്. മലയാളത്തിൽ അത്രയും സിനിമ ചെയ്തൊരു സംവിധാനം ഉണ്ടായാലും മലയാളത്തിൽ പല സംവിധായകരും ഹിന്ദി പോയി ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു. ചിലർ പാർലമെന്റിൽ പോകുന്ന പോലെയാണ്. ഭാഷാ പരിമിതി കൊണ്ട് പലർക്കും അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല. കഴിവില്ലാത്തതുകൊണ്ടല്ല, ഭാഷാ പരിമിതി. പ്രിയന് ഭാഷാ പരിമിതി ഇല്ലാത്തതുകൊണ്ടാണ് ഹിന്ദി പടം ചെയ്യാൻ പറ്റുക. കാരണം ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നതുകൊണ്ട്. അതുപോലെ ഈ പാർലമെന്റിൽ പോകുമ്പോൾ വല്ലതും ഉണ്ടായിരിക്കുന്ന വെച്ചാൽ ഭാഷാ പരിമിതിയാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഭാഷാ പരിമിതി ഇല്ലാത്തതുകൊണ്ട് പ്രിയദർശൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളെ വെച്ചൊക്കെ സിനിമ ചെയ്യാൻ കഴിഞ്ഞൊരു സംവിധായകനായി. തീർച്ചയായിട്ടും നസീർ സാറിന്റെ പേരിലുള്ള പുരസ്കാരം പ്രിയദർശൻ കിട്ടിയത് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. എന്നെ സിനിമ അഭിനയിക്കാൻ തുടങ്ങിയ ശേഷം എന്നെ മദ്രാസിൽ കൊണ്ടുവന്നതും കൂടെ താമസിപ്പിച്ചതും എൻ്റെ രണ്ടാമത്തെ സിനിമ പ്രിയദർശൻ സുരേഷിന്റെ പടമാണ്, രാഘുലിന്റെ ആകാശവാസി. അത് കഴിഞ്ഞ് എന്നോട് ദിവസം പറഞ്ഞു, നാളെ രാവിലെ എൻ്റെ വീട്ടിലോട്ട് വന്നു. ഉച്ചയ്ക്ക് ഞാൻ അവിടെ ഊണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വന്ന് ഡൈനിങ് ഹാളിലേക്ക് തലയിട്ട് പറഞ്ഞു, നീ നാളെ രാവിലെ റെഡി ആയിക്കോണം, രാവിലെ ഫ്ലൈറ്റിൽ നമ്മൾ മദ്രാസിൽ പോയിരുന്നു. അങ്ങനെ എന്നെ കൊണ്ട് പ്രിയ മദ്രാസിൽ പോയി. ഇപ്പൊ എവിടെ താമസം? പ്രിയന്റെ മുറിയിൽ തന്നെ താമസം. അപ്പൊ അവിടെ ഇരുന്ന് ഒരു സ്ക്രിപ്റ്റ് എഴുതിയാണ് VR ഗോപാലകൃഷ്ണൻ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ആ സ്ക്രിപ്റ്റൊക്കെ എടുത്ത് വായിക്കും, ഷൂട്ടിംഗ് തുടങ്ങാൻ 2 ദിവസം എടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് എടുത്ത് വായിച്ചു. അതിലെ പ്രധാനപ്പെട്ട വില്ലൻ അതെങ്ങനെ ഭയങ്കര തന്നെ കഥ എഴുതി വെച്ചിരിക്കുക. അപ്പൊ ഞാൻ അവസാനം പറഞ്ഞു, പ്രിയ നാളെ ഷൂട്ടിംഗ് തുടങ്ങി, ഏട്ടാ എന്റെ റോൾ എന്തെന്ന് പറയാ, നീ തന്നെ രഞ്ജി ആ കഥാപാത്രം. ഞാൻ പറഞ്ഞു, പ്രധാന വില്ലനാ. നീ തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുപോയ ആളാണ്. മദ്രാസിൽ എന്നെ കൊണ്ടുപോയി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുപോയ പ്രിയദർശൻ. ആ പ്രിയദർശനെ ഒരു പുരസ്കാരമല്ല, പ്രിയൻ എന്ത് നന്മ വന്നാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന ആളാണ്.
എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഇതൊരു നല്ല സമയമാണ്. ഏറ്റവും മഹാനായ ഒരു വ്യക്തിയുടെ നാമത്തിലുള്ള ഈ അവാർഡ് പ്രിയദർശനം കിട്ടിയ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നു. നസീർ സാറിൻ്റെ സ്മാരകം എന്ന ലക്ഷ്യത്തിൽ സുരേഷ് മുമ്പിൽ നിന്നോ ഞാൻ തൊട്ടുകൂടെയുണ്ട്.